Welcome to Garam Masala, the magic spices of cooking. നെല്ലിക്ക അച്ചാർ. ഇന്ന് നമുക്ക് കേരള സ്റ്റൈൽ നെല്ലിക്ക അച്ചാർ തയ്യാറാക്കിയെടുക്കാം. ചൂട് ചോറിന്റെയും കഞ്ഞിയുടെയും കൂടെയെല്ലാം നല്ലൊരു കോമ്പിനേഷൻ ആണിത്. ഇതിനുവേണ്ടി ഞാൻ 1/2 കിലോ നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ ആദ്യം 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കണം. നമ്മുടെ സ്റ്റീമർ തയ്യാറായിട്ടുണ്ട്. നമുക്ക് നെല്ലിക്കയെ സ്റ്റീമറിലോട്ട് വെക്കാം. പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് സ്റ്റീമറിൽ നിന്ന് നെല്ലിക്കയെ മാറ്റണം. നെല്ലിക്ക തണുത്തതിന് ശേഷം നമുക്ക് ഇതിനെ മുറിച്ചെടുക്കണം. ഓരോ നെല്ലിക്കയും എടുത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിന്റെ സീഡ് എടുത്ത് മാറ്റണം. ഇങ്ങനെ എല്ലാ നെല്ലിക്കയും തയ്യാറാക്കിയെടുക്കണം. നമ്മുടെ സ്റ്റീമറിലെ തിളച്ച വെള്ളം കളയരുത്. ഈ വെള്ളം തണുത്തതിന് ശേഷം നമുക്കിതിനെ അച്ചാറിലോട്ട് ഉപയോഗിക്കാം. അടുത്തതായി നമുക്കൊരു പാൻ ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് വറുത്തെടുക്കാം. തണുത്തതിനു ശേഷം നമുക്കിതിനെ പൊടിച്ചു വെക്കാം. ഇനി നമുക്ക് പിക്കിൾ തയ്യാറാക്കിയെടുക്കാം. ഇതിനുവേണ്ടി 3 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയെടുക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് എണ്ണ മാറ്റാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിലോട്ട് 3 വറ്റൽമുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കണം. അടുത്തതായി നമുക്കിതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന്റെ നല്ലൊരു സ്മെൽ വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 കപ്പ് കാശ്മീരി ചില്ലി പൗഡർ ഇവ ചേർത്ത് കൊടുക്കണം. ഇതിനെ നമുക്ക് നന്നായി ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇതിന്റെ റോ സ്മെൽ ഒന്ന് പോകണം. ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സ്റ്റീമറിലെ തിളച്ച വെള്ളമാണിത്. നമുക്കിതിനെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് നന്നായി തിളച്ചു വരണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നെല്ലിക്ക ചേർത്ത് കൊടുക്കണം. ഈ നെല്ലിക്കയെ നമുക്ക് പിക്കിളിന്റെ മസാലയിലോട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. 3-4 മിനിറ്റ് ഇളക്കി കൊടുക്കണം. ഇളക്കി നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 4 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഓരോരുത്തരുടെയും ആവശ്യാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമുക്കിതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലോട്ട് 1/4 ടീസ്പൂൺ കായം, നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള 1 ടീസ്പൂൺ ഉലുവ പൊടി ഇവ കൂടെ ചേർക്കണം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പിക്കിളിനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഒരാഴ്ച വെച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്കിതിനെ 1-2 മാസം വരെ ഫ്രിഡ്ജിൽ കേടുകൂടാതെ സൂക്ഷിക്കാം. ഇതിനെ നമുക്ക് ഗ്ലാസ് ബോട്ടിലോ ഭരണിയിലോ സൂക്ഷിക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ നെല്ലിക്ക അച്ചാർ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ കഞ്ഞിയുടെ കൂടെയോ ചൂട് ചോറിന്റെ കൂടെയോ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.